ധർമ്മത്തിന് 4 തലങ്ങളുണ്ട്. സത്യം, ദയ, ദാനം, തപസ് എന്നിവയാണ് ആ 4 തലങ്ങൾ. ശരീരം, മനസ്സ്, ബുദ്ധി എന്നിവയുമായി ധർമ്മചിന്ത ബന്ധപ്പെട്ടിരിക്കുന്നു. ധർമ്മചിന്തകളെ അവഗണിക്കുന്ന പഠിപ്പും പാണ്ഡിത്യവും ഉപാസനയും അധർമ്മത്തെയാണ് ക്ഷണിച്ചു വരുത്തുന്നത്. അതിനെ തുടർന്ന് ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുന്നു. പരമസത്യസ്വരൂപനായ ഈശ്വരനിൽ ദൃഢവിശ്വാസവും പരമാശ്രയഭാവവും അതിനനുസരിച്ച് വ്യാവഹാരിക തലത്തിൽ വിവേകപൂർവം ജീവിക്കുന്നതാണ് ധർമ്മചിന്തയിൽ സത്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാക്കിലും വിചാരത്തിലും പെരുമാറ്റത്തിലും ദയാവായ്പ് പ്രതിഫലിക്കുന്നതാണ് ധർമ്മത്തിൽ ദയയുടെ സ്ഥാനം. പരപീഡനം പാപവും പരോപകാരം പുണ്യവും എന്ന വിചാരത്തോടെ ജീവിക്കുമ്പോഴാണ് ഒരാളിൻ്റെ ജീവിതം ധർമ്മത്തിലാകുന്നത്. അടുത്തത് ദാനമാണ്. സർവഭൂതങ്ങളും നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അറിഞ്ഞോ അറിയാതെയോ അനേകം പേരുടെ അധ്വാന ഫലങ്ങൾ നാം അനുഭവിക്കുന്നു. അതിനാൽ നമുക്ക് കിട്ടുന്നതിൽ ഒരംശം അത് ആവശ്യമുള്ളവർക്ക് കൊടുക്കണം. കൊടുക്കുമ്പോൾ അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം. ദാനം പോലും ധർമ്മത്തിൽ അധിഷ്ഠിതമായിരിക്കണം. ധർമ്മത്തിൻ്റെ 4ാമത്തെ ഭാവമാണ് തമസ്. മനസ്സ വാച കർമ്മണ ചെയ്യുന്ന ഈശ്വരോപാസനയാണ് തപസ്. നിത്യജീവിതത്തിലെ നീതിയും ധർമ്മവുമെല്ലാം തപസ്സിനെ സഹായിക്കുന്നതായിരിക്കണം. ഈശ്വരബോധം, ധൈര്യം, ക്ഷമ, സംയമനം, ബാഹ്യവും ആന്തരികവുമായ ശുദ്ധി, സദ്ബുദ്ധി, വിനയം, ഭക്തി, സത്യം, കോപമില്ലായ്മ, ജീവകാരുണ്യം തുടങ്ങിയവയെല്ലാം ധാർമ്മിക ജീവിതത്തിൻ്റെ ലക്ഷണങ്ങളാണ്. തുടർന്ന് ഗുരുവചനം കേൾക്കാം. ഏതേതു വസ്തുക്കളാണോ നമ്മെ ബന്ധിപ്പിക്കുന്നത്, ഏതിനോടാണോ നമുക്ക് ഏറ്റവും ഇഷ്ടം തോന്നുന്നത്, അത് വേണം ഭഗവാൻ അർപ്പിക്കുവാൻ. ഒരമ്മ തനിക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നത് മാത്രമല്ലേ കുഞ്ഞിന് കൊടുക്കുകയുള്ളൂ. മാതാ അമൃതാനന്ദമയി ദേവി. അടുത്തതായി ശ്രീ കാവാലം ശ്രീകുമാർ ശിവപഞ്ചാക്ഷര നക്ഷത്രമാലിക സ്തോത്രത്തിലെ ശ്ലോകം ആലപിക്കുന്നത് കേൾക്കാം. യക്ഷരാജബന്ധവേ ദയാലവേ നമഃ ശിവായ. ദക്ഷപാണിശോഭികാഞ്ചനാലവേ നമഃ ശിവായ. പക്ഷിരാജവാഹഹൃച്ഛയാലവേ നമഃ ശിവായ. അക്ഷിഭാലവേദപൂതതാലവേ നമഃ ശിവായ. യക്ഷരാജബന്ധവേ ദയാലവേ നമഃ ശിവായ. ദക്ഷപാണിശോഭികാഞ്ചനാലവേ നമഃ ശിവായ. പക്ഷിരാജവാഹഹൃച്ഛയാലവേ നമഃ ശിവായ. അക്ഷിഭാലവേദപൂതതാലവേ നമഃ ശിവായ.